കണ്ടു കഴിഞ്ഞാണ്ടല്ലോ പക്ക നാച്ചുറൽ തോന്നുന്നുണ്ട്. ലേഡീസ് ഒന്ന് കണ്ണു വെച്ചേക്കണേ. ഈ ചെറിയൊരു ഗ്ലാസിന്റെ വില എത്രയാണെന്ന് അറിയോ? ഏതാ മോഡല്? അതിന്റെ തിളക്കണ്ട കണ്ണുക്ക് ഇങ്ങനെ തിളങ്ങും. ഇത് നേരിട്ട് കാണുമ്പോണ്ടല്ലോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്നുള്ളത് കുവൈത്തിലെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. സെക്കൻഡ് ഹാൻഡ് ഫ്രഷ് എല്ലാം വില കുറവില് ഫ്രൈഡേ മാർക്കറ്റ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇർഫാന്. ഞങ്ങൾ രണ്ടാളും കൂടി വന്നതാണ്. കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് നമുക്ക് പോവാം. ഇവിടുന്ന് ബസ്സിലാണ് കേട്ടോ പോവാന്. ബസ്സിന്റെ നമ്പർ 105 ഉണ്ട്, 106X ഉണ്ട്. അപ്പോൾ 105X പോയാലേ നമ്മൾ ഡയറക്റ്റ് അവിടെ എത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ 2 ബസ്സിലൊക്കെ കയറണം. അപ്പോൾ നമ്മൾ ബസ് വന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് പോവാം. ഈ ബസ്സിൽ 250 കേട്ടോ ചാർജ് വന്ന്. അപ്പോൾ നമുക്ക് പോവാം, കാഴ്ചയിലേക്ക് പോവാം. അൽഡ്രായി എന്ന സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് ഫ്രൈഡേ മാർക്കറ്റിന്റെ ഫ്രണ്ട് ഭാഗട്ടാ. അടിപൊളിയായിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള കവാടങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. കുറെ കസ്റ്റമർ ഉണ്ട്. കസ്റ്റമർ മീൻസ് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. ഈ ഫ്രൈഡേ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ നോക്കാം. ഇവിടെ ഫുൾ ആയിട്ടുള്ളത് ഗ്ലാസിന്റെ ഏരിയ കേട്ടോ. സൺഗ്ലാസ്, കൂളിംഗ് ഗ്ലാസിന്റെ ഏരിയ കേട്ടോ. അടിപൊളിയായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ട് അടിപൊളിയായിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഉള്ളത് ഇവിടെ ഈ മോതിരത്തിന്റെ പിന്നെ പഴയ പൈസ കുറേ ഉണ്ട് കേട്ടോ. നമ്മളെല്ലാ രാജ്യങ്ങളിലുള്ള പൈസകളും നാണയങ്ങൾ. ഇവിടെ കുറച്ച് ചെമ്പ് പാത്രങ്ങൾ കേട്ടോ. ആധുനിക കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. കുറേ ഐറ്റംസ് ചെമ്പ് പാത്രങ്ങളുണ്ട്. പല ഡിസൈനിലായിട്ട് പല പാത്രങ്ങൾ, പല വളക്കുകൾ, പല ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഐറ്റംസ് പറഞ്ഞാൽ അത്രയും നമുക്ക് കാണുമ്പോൾ തന്നെ അത് എടുത്തു കൊണ്ടുപോകാമെന്ന് തോന്നുന്ന ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഗൈസ്. ഇവിടെ എന്തോ ഒരു തൊലിയുണ്ട് കേട്ടോ. ഏതോ ഒരു മൃഗത്തിന്റെ തൊലിയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഈ ഭാഗത്ത് വെച്ചിരിക്കുന്നത് സെന്റ്, അത്തർ, സ്പ്രേ എല്ലാം ചെറിയ പ്രൈസിലായിട്ട് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് വില പേശിട്ട് വാങ്ങണം. നമ്മളിവിടെ എന്ത് വാങ്ങുകയാണെങ്കിലും നമ്മൾ വില പേശി വാങ്ങണം, അല്ലെങ്കിൽ നമ്മളെ പൈസ വസൂലാവും ഗൈസ്. അടിപൊളി സ്പ്രേ, അത്തർ ഇതൊക്കെ 500 ഫിൽസ് കേട്ടോ. 500 ഫിൽസ്, 500 ഫിൽസ്. നാട്ടിലത്തെ ചെറിയ പ്രൈസ് ഉള്ളൂ. അതിനാണ് ഇവിടെ നാട്ടിലേക്ക് പോകുന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇവർ നല്ല പ്രൈസിലാണ് ഇവർ കൊടുക്കുന്നത് ഗൈസ്. ഭയങ്കര ചൂട്. ഒരു ജ്യൂസ്, 7up എന്തെങ്കിലും കുടിക്കണം, അല്ലാതെ നടക്കില്ല ഗൈസ്. ഇവിടെ ഓരോ ഭാഗത്തും ചെറിയ ഷോപ്പുകളുണ്ട്. നമുക്ക് വെള്ളം കുടിക്കണേ വെള്ളം കുടിക്കട്ടെ ഗൈസ്. സമ്മർ ആയതുകൊണ്ട് ഭയങ്കര ചൂടാട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇവിടുന്നാണ്ട് പിന്നെ ഉള്ളത് ഗോൾഡ് ഐറ്റംസ് ആട്ടോ. നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് മാല, വള, സ്വർണം പൂശിയ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അവസ്ഥ എന്ന് പറഞ്ഞോനറിയാം എന്താ അവസ്ഥ. ആ കൊച്ചു കുവൈത്തി പയ്യൻ അവിടെ വില പേശിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ സാധനങ്ങൾ കണ്ടിട്ടോ. ഈ പാറും ആയിട്ടാട്ടെ ഗൈസ്. ഇവിടെ ഹാർമോണിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിക്കാം. ഇതിന് നെക്കിയാൽ സൗണ്ട് ഒന്നും വരുന്നില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ കളിക്കുന്നുള്ളൂ. നൊസ്റ്റാൾജിക്ക് ഫീൽ ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ടെലിഫോൺ ഉണ്ട് കേട്ടോ അവിടെ. കണ്ടോക്കി എന്ത് സാധനം വില വെച്ചു കേട്ടോ ഗൈസ്. ഗൈസ് ഈ ചെറിയൊരു ഗ്ലാസിന്റെ വില എത്രയാണ്? 1,500. ആ ചേട്ടൻ പറഞ്ഞ 1,500 പക്ഷെ ഇതിൽ ചെറിയൊരു ഗ്ലാസ് ഉണ്ട്. ഈ ചെറിയ ഗ്ലാസിന് ആള് പറഞ്ഞ 1 കെ. ഇത് ഇവര് പറയണ പ്രൈസ് ഒന്നല്ല കേട്ടോ. നമ്മളെ പ്രൈസ് പറയണം, എന്നിട്ട് അതിനെ നമ്മൾ എടുത്തു കൊണ്ടുപോകണം. ഈ കടയിലൂടെ ഞാൻ ഷൂട്ട് ചെയ്തപ്പോ അയാൾ പറഞ്ഞത് എന്താന്ന് അറിയണം. കേട്ടോക്കി, നിങ്ങൾ തന്നെ കേട്ടോക്കി. വീഡിയോ ഓഫ് ആക്കാനേ ഇവിടെ പോലീസ് ഉണ്ട്, വീഡിയോ ഓഫ് ആക്കണം. അതൊക്കെ വെറുതെ ചുമ്മാ പറയണതാണ് അവര്. അയ്യോ അടിപൊളി കിണ്ണം കാച്ചിയ റേഡിയോ കണ്ടില്ലേ? എന്താ ഭംഗി ഇതിൽ നോക്കാൻ തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഭാഗത്തു നിന്നാണ്ടുള്ളത് ഫുള്ള് ഫിഷിങ്ങിന്റെ റോഡ് ഐറ്റംസ് ആട്ടാ.
ഇവിടെ ആള് ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ, കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഡിസ്പ്ലേ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ഇവിടെ അതിൻ്റെ ഇരകൾ, തീറ്റകൾ, അതിന് കുളത്ത്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ എന്ത് വേണം, ഒരു മീൻ പിടിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട്, അതിൻ്റെ എല്ലാ A to Z കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവിടെ കണ്ടില്ലേ കുത്തപ്പിനാറ് മേലെ കുത്തി വെച്ചിരിക്കണേ. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അവർ ഇത് കുറച്ചിട്ട് നമുക്ക് ലഗേജ് ആക്കി നാട്ടിൽ കൊണ്ടുപോകാനുള്ള ഐറ്റംസ് ആക്കിയിട്ട് കുഞ്ഞതാക്കി തരും. ഇതേ നോക്കൊരു കിണ്ണം കാച്ചിയ വാച്ച്, ഏതാ മോഡല്, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഈ കിടക്കണത് എന്താണെന്നറിയോ, ഈ പയറുമണി പോലെ കിടക്കുന്നത് ചെരുപ്പുകളാണ് ഗൈസ്. ഷൂകൾ നിരത്തിട്ട് കണക്ക് വേണ്ടത് ഏതാന്ന് ചോദിക്കുക, എടുത്ത് തരും. ഒരുമാതിരിപ്പെട്ട മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാ ആൾക്കാരും ഇവിടെ വരാറുണ്ട്, എല്ലാ രാജ്യക്കാരും വരാറുണ്ട്. അപ്പോൾ ഓരോ രാജ്യക്കാർക്കും ഓരോ പ്രൈസ് പറയും. അപ്പോൾ മലയാളികളെ കണ്ടാൽ മലയാളികൾക്ക് ഒരു പ്രൈസ് പറയും, നേപ്പാളികളെ കണ്ടാൽ അവർക്കൊരു പ്രൈസ് പറയും, ഫിലിപ്പീനെ കണ്ടാൽ അവിടെ അറബികളെ കണ്ടാൽ കുറച്ച് കയറ്റി പറയും. അതൊക്കെയാണ് ഇവിടെ അവസ്ഥ. നമ്മളെന്തായാലും നമ്മൾ വില പേശി തന്നെ വാങ്ങുള്ളൂ കാര്യം. ഈ ഭാഗത്ത് വെച്ചിരിക്കുന്നത് ഗേൾസിനും പറ്റിയ ഹെയർ ഡ്രൈസ്, അങ്ങനത്തെ ഓരോ ഐറ്റംസ് ആണ്. ഇത് ഇവിടെ എന്ത് സാധനം എനിക്ക് മനസ്സിലായില്ല. ഡ്രിൽ മെഷീന്, പല ബ്രാൻഡിൻ്റെ കട്ടർ, അതായത് ഗ്രൈൻഡർ, എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. പ്ലംബിങ്ങിന് ആവശ്യമായ എല്ലാത്തരം ഐറ്റംസും ഉണ്ട്. പൈപ്പുകളുണ്ട് ഇവിടെ, വാട്ടർ ഫിൽറ്റർ ഉണ്ട്, എല്ലാം അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഗൈസ്. ആ മുത്തുമണി ചോദിക്കണേ ഇതിൻ്റെ ഒക്കെ വില എത്രയാണ്. ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്, ഇലക്ട്രിക് കാറുണ്ട്, ഇതൊക്കെ നമുക്ക് കയറി പോകാത്ത. അപ്പൊ അവന് അത് വേണം. അപ്പൊ അത് ഇത്രയും നിങ്ങൾ ചോദിച്ചില്ല, അവനും വില വെച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇനി നോക്കുന്ന വീൽ ചെയർ ആണോ, അതുകൊണ്ട് കേട്ടോ ഇവിടെ. പാർക്കിലൊക്കെ വെക്കാൻ പറ്റിയ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഊഞ്ഞാലകളൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഞാൻ കണ്ണു മഞ്ഞളിച്ചു പോയി, നെറ്റിപ്പോയ ഒരു അവസ്ഥയാണിത്. ഇത് എന്ത് ഡിസൈനിൽ എന്ത് അടിപൊളിയായിട്ട് വെച്ചിരിക്കണൊക്കെ, അതിന്റെ തിളക്കണ്ട കണ്ണൊക്കെ ഇങ്ങനെ തിളങ്ങും. ഇത് നേരിട്ട് കാണുമ്പോണ്ടല്ലോ, അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ ഫീൽ അറിയില്ല. ഇപ്പൊ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് കണ്ടാൽ തന്നെ വാങ്ങിയിട്ട് നമുക്ക് റൂം കൊണ്ടുപോയിട്ട് തൂക്കാൻ തോന്നും ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യണേ. ഈ ഭാഗത്ത് ജിം ഐറ്റംസ് ആണ് കേട്ടോ, ജിമ്മ് പീഡിയ. നമുക്ക് ജിമ്മിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ കേട്ടോ. ടംബിൾസ് ഉണ്ട്, പിന്നെ അതിൻ്റെ എല്ലാ ചില ഐറ്റംസ് ഉണ്ട്. നമുക്ക് പേര് എനിക്കറിയില്ല, ഇതിൻ്റെയൊക്കെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ പിന്നെ ഫ്രിഡ്ജിൻ്റെ, വാഷിംഗ് മെഷീൻ്റെ ഒക്കെ കലവറയാണ് കേട്ടോ ഗൈസ്. ഈ ഒരു ഭാഗം മുഴുവനും കർട്ടന്, സോഫ, നമുക്ക് ബെഡ്ഷീറ്റ്, ബെഡ്, അങ്ങനത്തെ ഐറ്റംസ് ആട്ടുള്ളൂ ഗൈസ്. അങ്ങോട്ട് നോക്കി, അടിപൊളിയായിട്ട് ആ സോഫ ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കണേ. ഇവിടെ ആൾക്കാർക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അടുത്തൊക്കെ കൊണ്ടുപോകാൻ തോന്നും. അങ്ങനത്തെ ഐറ്റംസ് അങ്ങനെ ആയിട്ടാണ് ഇവര് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കണ്ടാ, ഒരു ഹോമിൽ എങ്ങനെ വെക്കണം അതൊക്കെ ഒരു അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വുഡിന്റെ ഐറ്റംസ് ആട്ടോ ഇവിടെ ഉള്ളത്. കട്ടില്, കസാര, അങ്ങനത്തെ ഐറ്റംസ്. ഇവിടെ ഈ സെന്ററിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിള്ളേരൊക്കെ ഇറങ്ങി നടക്കല്ല ആവശ്യമായിട്ട്. ഇത് കണ്ട ഗൈസ്, ഈ കാണുന്ന എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഇത് ഒറിജിനലാണെന്ന് തോന്നും. എന്നത് ഒറിജിനലല്ല, ഇത് പ്ലാസ്റ്റിക് ആണ് ഗൈസ്. കണ്ടു കഴിഞ്ഞുണ്ടല്ലോ പക്ക നാച്ചുറലായിട്ടാ തോന്നുന്നുണ്ട് ഗൈസ്. ഇവിടെ കുറെ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇത് കണ്ടില്ല, നമ്മളെ കുവൈത്തിന്റെ, ഇതാണ് കുവൈത്തിന്റെ എംബ്ലം, കുവൈത്തിന്റെ ടവറും കാര്യങ്ങളും. കണ്ട ജേഴ്സികൾ, ഈ ജേഴ്സിക്കൊക്കെ എത്ര വില എന്നറിയോ? 5 കടിയായിട്ടാണ് പറയുന്നത്. നമ്മൾ ഒരു കടിക്കൊക്കെ വാങ്ങും, അത് വേറെ കാര്യം. എൻ്റെ കൂടെ വന്ന ഇർഫാനാണ്, അവൻ വില അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അർജന്റീനയുടെ ജേഴ്സി ഉണ്ട്. ഈ ഭാഗത്ത് നിന്നാണ്ട് മുഴുവനും ഡ്രസ്സിൻ്റെ ഏരിയകളാട്ടോ. ഏത് തരം ഡ്രസ്സ് വേണം, എല്ലാ തരം ഡ്രസ്സും ഉണ്ട്. ട്രൗസർ, ലേഡീസിനുള്ള, ബോയ്സിനുള്ള, എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ലേഡീസിൻ്റെ ഡ്രസ്സായിട്ട് ഇത് അടിപൊളിയായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഷൂ ഉണ്ട് കേട്ടോ, ലേഡീസിൻ്റെ ഷൂകളുണ്ട്. അടിപൊളി കിണ്ണം കാറ്റിയ ചെരുപ്പുകൾ, ഷൂകൾ. കണ്ട ബോയ്സിൻ്റെ ലെതർ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. കുറഞ്ഞ റേറ്റിൽ അടിപൊളി ഫർദകളുണ്ട്, മാക്സികളുണ്ട്, പലവിധ ഡ്രസ്സുകളുണ്ട് കേട്ടോ ഗൈസ്, ലേഡീസിന് പറ്റിയ. അപ്പോൾ നാട്ടിൽ പോകുന്നവർ നോട്ട് ദ പോയിന്റ്, കുവൈത്ത് ഫ്രൈഡേ മാർക്കറ്റ് അൾട്രാ. How much? Half and half. Are you half enough? ഹാഫ് ആൻഡ് ഹാഫ് ഒന്നല്ല, 5,500 അയാൾ പറഞ്ഞത്. ഇത് കണ്ട കുട്ടികൾ കളിക്കാൻ പറ്റിയ അടിപൊളി ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓണാക്കിയിട്ട് കണ്ട അടിപൊളിയായി ചാടി കളിക്കുന്നുണ്ട്. ബബിൾ ഫ്ലയർ, ഇവൻ പറഞ്ഞ പേരാണത്. ഇവൻ അങ്ങനെ പറഞ്ഞത് എന്നോട്. ഈ ഒരു ഏരിയ മൊത്തം സൈക്കിളിൻ്റെ കടയാണ്. വലിയ സൈക്കിൾ, ചെറിയ സൈക്കിള്, എല്ലാവിധ സൈക്കിളും ഉണ്ട് ഇവിടെ.
നല്ല അടിപൊളി ചെറിയ പ്രൈസിലാട്ടോ. ഈ കുട്ടി കണ്ടോ, ആ സൈക്കിൾ എടുത്ത് ട്രൈ ചെയ്യാട്ടോ. ഈ ഭാഗത്ത് മുഴുവൻ ലേഡീസിന്റെ ബാഗ് ഐറ്റംസ് ആട്ടോ. നല്ല അടിപൊളി ബാഗുകളുണ്ട്. ലേഡീസ് ഒന്ന് കണ്ണു വെച്ചേക്കണേ. ഇതെന്താ ഗൈസ് എന്നറിയുമോ, നമ്മൾ യൂട്യൂബറുടെ ചെയറാട്ടാ. ചെറിയ പ്രൈസിനാട്ടോ ലഗേജ് ബാഗുകൾ, ട്രോളികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടിപൊളി പ്രൈസിലാട്ടാ. ഒരുപാട് ആളുകളുണ്ട്, നല്ല തിരക്കാണ് ഗൈസ്. കാല് കുത്താൻ സ്ഥലമില്ല. നേരെ ഇരുട്ടാവാറായിട്ടോ. നമ്മളെ ഈ കുവൈത്തിന്റെ കൊടി പറക്കണണ്ട. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഈ നേരമായിട്ടും ആളുകൾ കുറയുന്നില്ല ഗൈസ്, വന്നുകൊണ്ടേ ഇരിക്കാട്ടോ. കുറെ ആൾക്കാർ വരുന്നുണ്ട്, ഫ്രൈഡേ ആയതുകൊണ്ടാട്ടോ. ഇനി അങ്ങോട്ടുള്ളത് ഫുള്ള് സെക്കൻഡ് ഐറ്റംസ് ആട്ടോ, യൂസ്ഡ് ഐറ്റംസ്. പലവിധ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. वो कितना? एक केड़ी 8 दिनार 1 केड़ी बोलेगा। ये पूरा 1 केड़ी है, पूरा 1 केड़ी। सस्ता वाला नहीं, 3 केड़ी വർക്കിംഗ്. ഇവര് വർക്കിംഗ് ആന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തരും. എന്നാലും ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ, വർക്കിംഗ് ആണോ അല്ലേന്ന്. ഒരു കേടി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ചെക്ക് ചെയ്ത് തരും. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.